വീണയുടെ മാസപ്പടി കേസ് ഇപ്പം വളർന്ന് കുടുംബം മുഴുവൻ അകത്താകുന്ന ലക്ഷണമാണ് കാണുന്നത്. നേരത്തെ അച്ഛനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കൂട്ടിന് റിയാസ് കൂടി പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഈ വാർത്ത ഒന്ന് കേട്ടു നോക്കൂ. എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയുടെ ഭർത്താവും MLA-യുമായ മുഹമ്മദ് റിയാസിനെ ED ചോദ്യം ചെയ്യും. എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ച പണം തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് നൽകിയെന്ന വീണയുടെ മൊഴിയാണ് റിയാസിന് കുരുക്കായത്. റിയാസിന്റെ സുഹൃത്തുക്കളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളടങ്ങിയ വീണയുടെ ഡയറിയും നിർണായകമായി. കേട്ടല്ലോ. പക്ഷേ ഈ റിയാസിന് അനുകൂലമായിട്ടാണ് CPM സെക്രട്ടറി പറഞ്ഞതെങ്കിലും CPI-യുടെ സെക്രട്ടറി അങ്ങനെ അത്ര അനുകൂലമായിട്ടല്ല പറയുന്നത്. ഒന്ന് കേട്ടു നോക്കി. ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ലല്ലോ. ഇതിലൊന്നും CPI കക്ഷിയേ അല്ല. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനില്ല. ഇല്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, ഒരു ബന്ധമില്ല. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് താല്പര്യമില്ലല്ലോ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.